3 kilometers into Royal Family. 3 kilometers inside, so the only one. അങ്ങനെ ബിർള മന്ദിർ കണ്ട ശേഷം നമ്മൾ റൂമൊക്കെ എടുത്ത് നേരെ കിടന്ന് ഉറങ്ങി. പിറ്റേ ദിവസം നമ്മൾ പോകുന്നത് ഹൈദരാബാദിൽ വന്ന മസ്റ്റായി പോവേണ്ട ഒരു സ്ഥലത്താണ്. അതാണ് ഗോൽക്കൊണ്ട ഫോർട്ട്. ഏകദേശം ഒരു 3-4 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് കാണാൻ പറ്റിയ സ്ഥലമാണ് ഗോൽക്കൊണ്ട ഫോർട്ട്. അതിവിടെ വന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഗോൽക്കൊണ്ട ഫോർട്ട് എന്ന് പറഞ്ഞാൽ ചരിത്രപ്രസിദ്ധമായ ഒരു കോട്ടയാണ്. 16-ാം നൂറ്റാണ്ടിലാണ് ഇത് നിർമ്മിതമായത്. ഇതിൻ്റെ ചുറ്റും ഒരു 11 കിലോമീറ്റർ ദൂരമുള്ള മതിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മതി ഇത് എത്ര വലുതാണെന്ന്. 2 തരത്തിൽ വരുന്ന യാത്രക്കാർക്കും ഇത് ആസ്വദിക്കാൻ പറ്റും. ഒന്ന്, ആർക്കിടെക്ചറിൻ്റെ ബ്യൂട്ടി മാത്രം കാണാൻ പറ്റുന്നവർ. 2 എന്ന് പറഞ്ഞാൽ ചരിത്രം അറിഞ്ഞ് ഇത് കാണാൻ പറ്റുന്നവർ. ഇതിൻ്റെ ഹിസ്റ്ററി അറിഞ്ഞിട്ട് നമുക്ക് ഇത് ആസ്വദിക്കണമെങ്കിൽ ഇവിടെ ഗൈഡ് അവൈലബിൾ ആയിരിക്കും. 500 രൂപ തൊട്ട് നമുക്ക് ഗൈഡിനെ കിട്ടും. ഗൈഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ കോട്ടയുടെ പല പ്രത്യേകതകളും ഗൈഡ് പറഞ്ഞു തരും. ഞാൻ പറയണെങ്കിൽ ഗൈഡിനെ എടുക്കണതാണ് ബെറ്റർ. നമ്മൾ പല കാര്യങ്ങളും കണ്ടുപോകുന്നതിനേക്കാളും പല സംഭവങ്ങൾ ഗൈഡ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. ഈ കോട്ടയുടെ ഏറ്റവും മുകളിൽ കയറിയാൽ നമുക്ക് ഒരു ഹൈദരാബാദ് സിറ്റിയിൽ ഒരു പനോരമിക് വ്യൂ കിട്ടും. പഴയ ആർക്കിടെക്ചറും കാണാം, പുതിയ ആർക്കിടെക്ചറും കാണാം. അറ്റ് സെയിം ഫ്രെയിം. ഈ യാത്രയിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രെയിം അതായിരിക്കും. നമ്മൾ ഗോൽക്കൊണ്ട ഫോർട്ട് കണ്ട ശേഷം നേരെ വിട്ടത് കുത്തുബ് ഷേഖ് ടോംബിലേക്കാണ്. അവിടെ നിന്ന് വെറും 3-4 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കുത്തുബ് ഷേഖ് ടോംബിലേക്ക്. ഈ ടോംബുകളുടെ പ്രധാന പ്രത്യേകതകൾ എന്തെന്നാണെന്ന് വെച്ചാൽ ഇത് നിർമ്മിച്ചിരിക്കുന്ന സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ പേർഷ്യൻ, ആഫ്രിക്കൻ, തുർക്കി സ്റ്റൈലിലാണ്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാം കാണാൻ നല്ല രസമാണ്. ഇതിൻ്റെ എല്ലാം ആർക്കിടെക്ചർ ബ്യൂട്ടിയും ഇവിടുത്തെ പീസിനും തന്നെ മതി നമുക്കിവിടെ ടൈം സ്പെൻഡ് ആക്കാം. ഈ കുത്തുബ് ഷാഹി ടോംബും ഗോൽക്കൊണ്ട ഫോർട്ടും കണ്ടാൽ തന്നെ നമ്മുടെ ഒരു ദിവസത്തിൻ്റെ പകുതി ടൈം കൊണ്ട് പോകും എന്ന് വിചാരിച്ച് നമുക്ക് കാണാണ്ടിരിക്കാനും പറ്റില്ല. ഹൈദരാബാദിൽ തന്നെ വൺ ഓഫ് ദി മെയിൻ 2 സ്പോട്ടുകളാണ് ഇത് രണ്ടും. സോ നമ്മൾ ഇതെന്തായാലും വന്ന് കാണണം.